ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ചില മെസ്സേജസ് റെസൊനേറ്റ് ആവും, ചിലപ്പോൾ ചില മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ. അത് ചെയ്യുമ്പോൾ ആണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും റീഡിങ്സ് അങ്ങനെയാണ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലായി റീഡിംഗ് വേണം വെച്ചാൽ അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്സിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി മാത്രമാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. പക്ഷേ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. എൻ്റെ ചാനലിൻ്റെ മെമ്പറും നിങ്ങൾക്കാവാം. മെമ്പറായാൽ നിങ്ങൾക്ക് വീഡിയോസിനൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇമ്മീഡിയറ്റ്ലി അത് അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഡിസംബറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി, ഡിസംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 2 ഓഫ് വാൻഡ്സ്, കറണ്ട് ഡിസംബർ എനർജി 9 ഓഫ് പെൻറ്റിക്കിൾസ്, ഫ്യൂച്ചർ എനർജിയിൽ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് നൈറ്റ് ഓഫ് വാൻഡ്സ്, നിങ്ങൾക്ക് അഡ്വൈസ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ ഇല്ല ഹിഡൻ ഫാക്ടർ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ആൻഡ് നിങ്ങളുടെ ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത് എന്താണെന്ന്. അപ്പോൾ കാപ്രിക്കോൺ ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ടോറസ് എനർജിയാണ്. മേ ബി നിങ്ങളൊരു ടോറസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യണ്ടാവുക റൊമാൻറ്റിക്കലി. അതല്ല വെച്ചാൽ ഇത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലായിരിക്കും. ഈ എനർജി ഒരു നല്ല ഫിനാൻഷ്യൽ സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ഫിനാൻഷ്യലി നല്ല സമയമാണ്, കരിയറിൽ നല്ല സമയമാണ്. ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ഇത് സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ വേറെ കാര്യം കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളും ഏതൊരു പേഴ്സണിന്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷൻ ഉണ്ടച്ചാ പറഞ്ഞ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വെച്ചാൽ ഇവിടെ ഒരു ഹീലിംഗ് എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ എന്തോ ഈ സെപ്പറേഷന് പുറത്താണ് പറയണത്, ഹീലാണ് ചെയ്യണത്. ഹെൽത്തിന്റെ കാര്യത്തിലും കുറച്ച് സൂക്ഷിക്കണം ഈ മാസം. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അങ്ങനെ ഉണ്ടായാലും ചെറിയ ചെറിയ കാര്യമായിരിക്കും, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ചെറിയ പറഞ്ഞ ഫ്ലൂ ഇല്ലച്ചാ, ചുമ ഇല്ലച്ചാ, പനി, അങ്ങനത്തെ. ഓക്കെ, നത്തിങ് സീരിയസ്. പക്ഷെ എന്തായാലും ഇവിടെ ഹീലിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് അത്ര ശരിയല്ലാച്ചാലും നിങ്ങൾ അതിന് ഹീൽ ചെയ്യും. ഞാൻ പറഞ്ഞ മാതിരി ഏതോ ഒരു പേഴ്സന്റെ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടാച്ചാലും ആ റിലേഷൻഷിപ്പിലും ഒരു ഹീലിംഗ് ഉണ്ട്. അപ്പോൾ പാസ്റ്റ് എനർജിയിൽ 2 ഓഫ് വാൻഡ്സ് ആണ് ഞാൻ കാണുന്നത്. ഈ 2 ഓഫ് വാൻഡ്സ് എന്താണ്? 8 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഡെത്ത്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് പാസ്റ്റിൽ 2 ഓഫ് വാൻഡ്സിന്റെ എനർജി ഒരു ഡിസിഷന്റെ എനർജി ആയിരുന്നു. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ടായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എൻഡ് ചെയ്യണോ ഓറൽസ് ഇതിൽ എഫേർട്ട് ഇടാൻ കണ്ടിന്യൂ ചെയ്യണോ, അതാണ് നിങ്ങളുടെ ഡിസിഷൻ ഉണ്ടായിരുന്നത്, അതാണ് നിങ്ങളുടെ ചോയ്സ് ഉണ്ടായിരുന്നത്. ഇത് കരിയറിന്റെ കാര്യത്തിലാണ് വെച്ചാലും സെയിം ചോയ്സ് ആയിരുന്നു. ഒരു കരിയർ, ഒരു ജോബ് വിടണോ ഓറൽസ് വേറെ പറഞ്ഞ കണ്ടിന്യൂ ചെയ്യണോ, ഓറൽസ് വേറെ ഒരു പുതിയ ജോലിക്ക് നോക്കണോ, അങ്ങനത്തെ ഒരു ഡിസിഷൻ ആയിരുന്നു, ഒരു ചോയ്സ് ആയിരുന്നു. ഇപ്പൊ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിന് വാക്ക് അവേ ചെയ്തു, ഓറൽസ് ഒരു എൻഡിങ് ഉണ്ടായി. ആൻഡ് ജോലിയുടെ കാര്യത്തിലും ഞാൻ കാണുന്നത് ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ജോലി വിട്ടില്ലാച്ചാലും നിങ്ങൾ കുറേ സക്സസ്ഫുൾ എനർജിയിലാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ജോലി വിട്ടിട്ട്
ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് വെച്ചാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സക്സസ് ഉണ്ട്. അപ്പോൾ ഈ 9 of Pentacles ഇവിടെ എന്താണ്? Knight of Swords, Queen of Swords ആൻഡ് ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത് ലവില്. ഇൻഫാക്ട് നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്, കുറെ ആൾക്കാർ, നിങ്ങൾക്ക് പറഞ്ഞാൽ കുറെ ചോയ്സസ് ഉണ്ട് റൊമാൻറ്റിക്കലി. പക്ഷെ ഇതിൽ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ലവ് ഓഫർ അയക്കുന്നുണ്ട്. ഇതൊരു അക്വേരിയസ്, ലീബ്ര, ജെമിനായി പേഴ്സൺ ആയിരിക്കാം. ആൻഡ് ഇത് വെരി സൂൺ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പറഞ്ഞാൽ ക്വിക്ക്ലി വരാൻ പോണ, ഇമ്മീഡിയറ്റ്ലി വരാൻ പോണ ഒരു എനർജിയാണ് അത്. അത്ര ഡിലേ ഉണ്ടാവില്ല. ഈ പേഴ്സൺ, വരാൻ പോണ പേഴ്സൺ മേ ബി ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൺ ആയിരിക്കാം. അതല്ല വെച്ചാൽ അവരുടെയും ലൈഫിൽ റീസെൻ്റ്ലി എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. അപ്പോൾ എന്തോ ഫോർവേഡ് മൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ജോലിയിൽ. പക്ഷെ അതിൻ്റെ കുറച്ച് ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ ചില ബ്ലോക്സ് കാണുന്നുണ്ട്. കുറച്ചൊരു ലോസും ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കണ കാര്യം എന്താ വെച്ചാൽ, ഫിനാൻഷ്യലി നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ട വെച്ചാൽ സൂക്ഷിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്നുവെച്ചാൽ ഫ്യൂച്ചറിൽ ചില ബ്ലോക്സിന്റെ കാരണം ചില ഡിലേസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ആൻഡ് അതുകൊണ്ട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഇതൊരു റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ റിലേഷൻഷിപ്പിൽ ചില ചാലഞ്ചസ് ഉണ്ട് ഫ്യൂച്ചറിൽ. ആൻഡ് അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് കുറച്ച് സ്ലോ ഡൗൺ ആയി. നിങ്ങൾ കുറച്ച് ലോ ആയിട്ടും ഫീൽ ചെയ്യും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യില്ല, അങ്ങനത്തെ ഒരു പേടി ഞാൻ കാണുന്നുണ്ട്. പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫിയർ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഫ്യൂച്ചറിൽ. 6 of Pentacles. പക്ഷെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ട് ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ ചാലഞ്ച് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ കുറെ ഇൻ ആൻഡ് ഔട്ട് എനർജി കാണാണ്ട്. ഇത് മേ ബി നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിരിക്കാം. ഈ പുതിയ പേഴ്സൺ, വരാൻ പോണ പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റ് ഇവിടെ തരുന്നില്ല. ആൻഡ് അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് കുറെ സീരിയസ് ആണ്. പക്ഷെ ഇവിടെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ മെസ്സേജ് ചെയ്യും, പിന്നെ മെസ്സേജ് ചെയ്യില്ല, പിന്നെ കുറെ ദിവസം വരെ ഒരു കോളും മെസ്സേജ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. ആൻഡ് അതുകൊണ്ട് ഇവിടെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കുറെ ഫൈറ്റ്സ്, വഴക്കുണ്ടാവുന്നുണ്ട് നിങ്ങളും ഈ പേഴ്സന്റെ ഇടയ്ക്ക്. അതുകൊണ്ട് ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ആൻഡ് അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. വേറെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളും ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ ഞാൻ ഒരു എൻഡിങ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അഡ്വൈസ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് തരണത് എന്താ വെച്ചാൽ, സ്റ്റേബിലിറ്റി എന്താ നിങ്ങൾക്ക് തരണ നിങ്ങളുടെ ലൈഫിൽ വെച്ചാൽ അങ്ങനത്തെ ഒരു കരിയർ ചൂസ് ചെയ്യുക, ഇല്ല വെച്ചാൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുക. എസ്പെഷ്യലി ഇമോഷണൽ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചൊരു പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ കുറെ ഇമോഷണൽ ആയിട്ട് ബിഹേവ് ചെയ്താൽ, ഇല്ല വെച്ചാൽ കുറെ ഇമോഷണൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്താൽ ചിലപ്പോൾ കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. അപ്പൊ നിങ്ങൾ എല്ലാ റിലേഷൻഷിപ്പിൽ തന്നെ യൂണിവേഴ്സ് പറയുന്നത് കുറെ ഒരു മെച്ചോർ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. ആൻഡ് റിയാക്റ്റും അങ്ങനെ തന്നെ ചെയ്യാം. ഇത് ഒരു ജോബിന്റെ കാര്യമാണ് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇതന്നെ. ഒരു ഇമ്പൾസീവായി ഡിസിഷൻ എടുക്കുക, ഒരു ഇമ്പൾസീവായിട്ട് എന്തോ വിടുക. ഇല്ല വെച്ചാൽ നിങ്ങളുടെയും ഏതോ കലീഗോ ഇല്ല വെച്ചാൽ ബോസിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വഴക്ക് ഉണ്ടാച്ചാൽ മേ ബി നിങ്ങൾ സഡൻ ഒരു ഡിസിഷൻ ആണ് എടുക്കണേ. ഓർ സഡൻ ആവുണ്ടാവില്ല, പോലെ സഡൻ അല്ലാച്ചാലും അത് ഒരു അൺഎക്സ്പെക്റ്റഡ് നിങ്ങൾ വേയിലാണ് ഒരു എൻഡിങ് ഞാൻ കാണുന്നത്. ആൻഡ് അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് കുറെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയണത് ആൻഡ് പ്രാക്ടിക്കലായി ചിന്തിക്കാൻ പറയണത്. എന്നുവെച്ചാൽ ഒരു ജോലി, വേറെ ജോലി ഇല്ലാണ്ട് ഒരു ജോലി വിടുമ്പോൾ ചിലപ്പോൾ അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ് വരുന്നുണ്ട്. ഇത് ഹിഡൻ ഫാക്ടറിലാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കാണില്ല. അത് പക്ഷെ ഡിസംബർ മാസത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയി വരും. ഇത് ലവ് റിലേഷൻഷിപ്പും ആവാം. ഇതൊരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഞാൻ കാണുന്നുണ്ട്. ഇതൊരു ഫ്രണ്ട് ആവാം. നിങ്ങൾക്ക് ഓൾറെഡി ഈ പേഴ്സണെ അറിയുണ്ടാവും.
ആൻഡ് ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തരുന്നുണ്ട്. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് 10 ഓഫ് wands ആണ്. അപ്പോൾ ഈ മാസം നിങ്ങൾ പാസ്റ്റ് ബാഗേജ് ഒക്കെ റിലീസ് ചെയ്യാണ് ആൻഡ് പുതിയ ന്യൂ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലേക്കാണ് പോകണത്. നിങ്ങൾ കുറെ ബാഗേജ് പാസ്റ്റിന്റെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണു. 10 ഓഫ് wands ഇവിടെ സൺ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറെ ഹാപ്പിനെസ് വരുന്നുണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട്. എംപ്രർ കുറെ സക്സസ് ഉണ്ട് കരിയറിൽ ഞാൻ പറഞ്ഞ മാതിരി, ആൻഡ് കുറെ ഫിനാൻഷ്യൽ സക്സസ്സും ഉണ്ട്. ഓക്കെ, കരിയർ ഗ്രോത്ത് മാത്രമല്ല ഫിനാൻഷ്യലിയും നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് നമ്മൾക്ക് ഇപ്പോൾ ഏഞ്ചൽ കാർഡ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കാപ്രിക്കോൺ, സ്കോർപ്പിയോ, ഏരീസ്, കുറെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. അതല്ലാണ്ട് ജെമിനായി എനർജി ഉണ്ട്. ഓക്കെ, ആൻഡ് അക്വേറിയസ്. ഇതാണ് സൈൻസ്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഇവിടെ സെൽഫ് റെസ്പെക്ട് ആൻഡ് വർത്തിനെസ്. അപ്പോൾ ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് പറയണത് നിങ്ങളുടെ സെൽഫ് വർത്ത് കുറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും സ്ഥലത്ത്, അത് ജോലി ആവാം, റിലേഷൻഷിപ്പ് ആവാം, അവിടെ നിങ്ങൾക്ക് റെസ്പെക്ട് ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിൻ്റെ ബേസിസിൽ നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കണം വെച്ചാൽ എല്ലാം ശരിയാണ്. പക്ഷെ ഇമ്പൾസീവായി ഡിസിഷൻ എടുക്കാൻ നോക്കണ്ട. ഇൻഡിപെൻഡൻറ്റും ഉണ്ട്, മോട്ടിവേറ്റഡ് ഉണ്ട്, എനർജി ഹീലിംഗ് ഉണ്ട്. അപ്പോൾ എനർജി ഹീലിംഗ്, ഒരു ഹീലിംഗ് എനർജി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. പക്ഷെ ഇതാണ് ഒരു ജനറൽ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിന്. ഇത് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ്, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.